പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. ചില വ്യക്തികൾക്ക് മാതാപിതാക്കളിൽ നിന്നും അതുപോലെ തന്നെ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്നും സ്വയം ലഭിക്കുന്ന ചില ഇൻഫ്യൂസ്ഡ് കാര്യസംസ്, സന്നിവേശിത വരപ്രസാദം അവർ പ്രവർത്തിക്കും. ഇപ്രകാരം മാതാപിതാക്കളുടെ ജീവിതശൈലിയിലൂടെ അനാഥരോടും പാവങ്ങളോടും പക്ഷം ചേരാനുള്ളൊരു കൃപ ലഭിച്ചിരുന്ന ഒരാൾ നവീകരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ, അദ്ദേഹത്തിലെ മാതാപിതാക്കളിലൂടെ കിട്ടിയിരുന്ന ആവക കൃപകൾ ഉജ്ജ്വലിക്കപ്പെടുകയും അത് അനേക അനാഥർക്ക് സഹായകവും പെരുവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അഭയകേന്ദ്രവുമായി മാറി. കൊല്ലം ജില്ലയിലെ കോയിവിളയിലുള്ള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലേക്ക് നമുക്ക് പോകാം. ഇത് കൊല്ലം ജില്ലയിലെ കോയിവിളയിലുള്ള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിലെ കുഞ്ഞച്ചൻ ചേട്ടൻ. തിരുവചനം ഹൃദയത്തിൽ തുളഞ്ഞുകയറിയ കാലം മുതൽ കർത്താവിൻ്റെ സുവിശേഷ വയലിൽ ഒരു കൊയ്ത്തുകാരനായി വേല ചെയ്യുന്നു. ആശ്രയം നഷ്ടപ്പെട്ടവർക്കും മനോനിലതെറ്റിയ ജീവിതങ്ങൾക്കും ഇന്ന് ഈ കൂടാരം ഒരു സങ്കേതമാകുന്നു. കർത്താവിൻ്റെ കാരുണ്യം പങ്കുവയ്ക്കുവാൻ രൂപീകൃതമായ ഈ കൂടാരത്തിൽ മാനസിക രോഗികളും തെരുവിൽ അലഞ്ഞു നടന്നവരുമായ അനേകം പേർ ഇന്ന് കഴിയുന്നു. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം താൻ ചെയ്യുന്ന ശുശ്രൂഷകളെക്കുറിച്ച് കുഞ്ഞച്ചൻ ചേട്ടൻ നമ്മോട് പങ്കുവച്ചു. ഇതിനോടകം വളരെയധികം പേര് നിത്യജീവൻ്റെ പാതയിൽ തങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടലും ദൈവാനുഭവത്തിലേക്ക് വന്നതിൻ്റെ പരിണിത ഫലമായി അത് പ്രകാരം മനുഷ്യരിലേക്ക് കടന്നു വന്നുവെന്നും അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ പങ്കുവെച്ച ഒരു എപ്പിസോഡാണ് വാസ്തവത്തിൽ ഈ നിത്യജീവൻ്റെ പാത. അത് അനേകം പ്രേക്ഷകർക്ക് സഹായകവുമായിട്ടുണ്ട്. ഈ ആഴ്ചയിൽ എങ്ങനെയാണ് കർത്താവ് മഹത്വപ്പെട്ടതെന്ന് കേൾപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിത്യജീവൻ്റെ പാതയിലേക്ക് കുഞ്ഞമ്മ സ്വാഗതം. എങ്ങനെയാണ് ഒരു ഇന്ന് കാണുന്ന ശുശ്രൂഷ, ഇപ്പോൾ ഈ നല്ലൊരു ശുശ്രൂഷാ കേന്ദ്രം നടത്തുന്നുണ്ടല്ലോ, ഏതായാലും ആ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പിന് ഉതകുന്ന രീതിയിൽ ആ പരുവത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് പറയാമോ? ഇപ്പോൾ ഞാൻ കുഞ്ഞുനാളിലെ വളരെ മിടുക്കനായിരുന്നു, വളരെ സ്മാർട്ടായിരുന്നു ആൾ. ഞാൻ ഓടി നടന്ന് എല്ലാം ചെയ്യുന്ന പ്രകൃതക്കാരനായിരുന്നു. എന്നാലും മാതാപിതാക്കളെ അരൂപിയിൽ നിറഞ്ഞവരായിരുന്നു. അപ്പം അവരുടെ അരൂപിയും പ്രാർത്ഥന അരൂപിയിലുള്ള ഉള്ളവരായിരുന്നു. എല്ലാ ദിവസവും ത്രിയാലയവും എത്തിക്കുക, 8 മണിക്ക് കൂട്ടപ്രാർത്ഥന നടത്തുക. ഇതിലെല്ലാം പങ്കുകൊള്ളാൻ എന്നെ പുറത്ത് വിടത്തില്ല. 6 മണി കഴിഞ്ഞാൽ പുറത്ത് വിടത്തില്ല. അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെച്ചു. അപ്പോൾ അവർ ധർമ്മിഷ്ഠരുമായിരുന്നു. പാവങ്ങളോട് കരുണ കാണിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു മാതാപിതാക്കളെ രണ്ടുപേരും. എങ്ങനെ ഇതെല്ലാം ഞാൻ കണ്ടു പഠിച്ചു. എൻ്റെ സ്കൂൾ ജീവിതമെല്ലാം കഴിഞ്ഞ് ഞാൻ ഫിലായിലേക്ക് പോയി. ഫിലായിൽ ഒരു 14 കൊല്ലം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സർവീസ് ചെയ്തു. അവിടെ വെച്ച് കല്യാണം കഴിച്ചു, 2 കുട്ടികളുമായി. അങ്ങനെ അവിടെ വെച്ച് ഞാൻ എൻ്റെ മക്കളെ നല്ല രീതിയിൽ വളർത്തി. കൊച്ചു കുട്ടികളായിരുന്നു. 3 വയസ്സുള്ളപ്പോൾ എൻ്റെ മകളെ ഞാൻ കണ്ട് ചെയ്യുമായിരുന്നു. ഭിക്ഷക്കാർ വരുന്നവർക്ക് ആര് വന്നാലും ഞാൻ എന്തെങ്കിലും കൊടുക്കാതെ വിടത്തില്ല. അപ്പോൾ ഞാൻ അകത്താണെങ്കിലും ഈ കൊച്ചുമകൾ 3 വയസ്സുള്ള മകൾ ഭിക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് സോസറെടുത്ത് അരി വാരിക്കൊണ്ട് കൊടുക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ 76 ഞാൻ ദുബൈക്ക് പോയി. ദുബായി ചെന്ന് അവിടെയും എല്ലാ വ്യാഴാഴ്ചകളിലും പള്ളി, ദുബായിലെ സെൻറ്റ് മേരി ചർച്ച്, അവിടെ ഞാൻ പോവുമായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരെല്ലാം കുർബാനയ്ക്ക് കൂട്ടിക്കൊണ്ട് പോവുക. പിന്നെ പ്രാർത്ഥനയില്ലാത്തവർക്ക് പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യങ്ങൾ അവർക്ക് പങ്കുവെക്കുക.
ബൈബിൾ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്ത് അങ്ങ് അപ്പോൾ ഈ നവീകരണ ധ്യാനവുമായിട്ട് ഇതിന് വല്ല കണക്ഷൻ ഉണ്ടോ? നവീകരണ ധ്യാനം അവിടെ പിന്നീട് അവിടെ പെരുന്നാളുകൾക്കെല്ലാം ഈ നമ്മുടെ ഇവിടുന്ന് വൈദികർ വന്ന് അവിടെ ധ്യാനം നടത്തും, ഒരാഴ്ചയൊക്കെ ധ്യാനം നടക്കും. കനാപ്പള്ളി അച്ഛൻ, കാനപ്പള്ളി. അദ്ദേഹം വന്ന് ഭയങ്കര ധ്യാനമാണ്. ഈസ്റ്ററിൻ്റെ ആഴ്ചയിലൊക്കെയാണ് വന്ന്. അങ്ങനെ 2-3 വർഷം ഞാൻ അദ്ദേഹത്തിന് ധ്യാനത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം അവിടെ വെച്ച് വല്ല അനുഭവം ഉണ്ടായോ പ്രത്യേകമായിട്ട്? അങ്ങനെ ധ്യാനത്തിൽ കൂടെയൊക്കെ എനിക്ക് ഒത്തിരി നവീകരണം ഉണ്ടായി, ആന്തരിക സൗഖ്യം ഉണ്ടായി. ഇങ്ങനെ പാപങ്ങളോട് അനുകമ്പ, എന്തെങ്കിലും ചെയ്യണം, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അടങ്ങിയിരിക്കത്തില്ല, അങ്ങനെ ഒരു മനോഭാവം. ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക, വസ്ത്രമില്ലാത്തവന് എൻ്റെ യൂണിഫോം കൊടുക്കുക, അങ്ങനെ ഊണ് കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഊണ് വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഒരു ശീലമായി. അങ്ങനെ അത് നമ്മളുടെ സമ്പത്ത് പോകുമെന്നോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമെന്നോ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. കിട്ടുന്നത് ചിലവാക്കുന്നു, അങ്ങനെ അടിച്ചുപൊളിയും യാതൊരു ദുശീലങ്ങളും ഇല്ല. അബുദാബി ഡെസർട്ടിൽ ജോലി ചെയ്തു. അപ്പോൾ അവിടെ ജോലി ചെയ്യുമ്പോൾ ചെറുപ്പക്കാരിരുന്ന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ചീട്ട് കളിക്കുന്ന സമയത്ത് ഞാൻ അവരെ എല്ലാം തട്ടിക്കൂട്ടി കാറ് പിടിച്ച് എൻ്റെ ചിലവിൽ സ്വന്തം ചിലയെല്ലാം ഇങ്ങനെ കൊണ്ടുപോയി പള്ളിയിലൊക്കെ കൊണ്ടുപോകും. പുറമേ അച്ചായം വിളിച്ച് പോകാതിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ എൻ്റെ കൂടെ വരും. അങ്ങനെയൊക്കെയുള്ള സൽപ്രവർത്തികൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ വരികയും ഷാർജയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പൂർ ഹോം കാണുകയും ഗവൺമെൻറ് നടത്തുന്ന ഒരു സ്ഥാപനം കണ്ടപ്പോൾ അതിൻ്റെ ബോർഡ് വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു അട്രാക്ഷൻ ഉണ്ടായി, രോമാഞ്ചം ഉണ്ടായി, കണ്ണെല്ലാം ഇങ്ങനെ നിറഞ്ഞു. അയ്യോ അനാഥർ എന്ന് ഇവരെ ഇതുപോലുള്ളവരെ സഹായിക്കാൻ തമ്പുരാനി ഒരു കൃപ തരണേ എന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ചു. വണ്ടിയിലിരുന്ന് തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പിന്നീട് അത് വർഷങ്ങളോളം അങ്ങനെ ആ പ്രാർത്ഥന നടത്തി. പിന്നെ നാട്ടിൽ വരുമ്പോഴെല്ലാം ഇങ്ങനെ ഇതിനെപ്പറ്റി ഞാൻ എല്ലാ കഴക്കൂട്ടത്ത് ജസ്റ്റിൻ LS അച്ഛൻ്റെ അടുത്ത് പോകുമായിരുന്നു. അച്ഛൻ്റെ ഉപദേശമൊക്കെ തേടി ഇങ്ങനെ തള്ളി പിന്നീടാകട്ടെ സമയമായില്ല എന്നിങ്ങനെ തള്ളി 4ാമത്തെ ചില ഇൻസിഡന്റ് കർത്താവ് ഉണ്ടായിക്കൊണ്ട് തരും. അതെ, 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെയുള്ള 3 പേരുടെ സാന്നിധ്യത്തിൽ, ഒരു ഫാമിലിയും വേറൊരാളും ഉണ്ട്, അവരുടെ സാന്നിധ്യത്തിൽ അച്ഛൻ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, ഈ മകനെ കർത്താവ് ഒരു പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലസ്സിങ്ങൊക്കെ വാങ്ങി പിന്നീട് ബിഷപ്പിൻ്റെ അടുത്ത് വന്ന് ജോസഫ് ദാവായിരുന്നു അന്ന്, അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ആശീർവാദമൊക്കെ വാങ്ങി. പിന്നെ എല്ലാ കരസ്മാറ്റിക്കിൻ്റെ എല്ലാ വൈദികരുടെ ഇടയ്ക്കുകയും വള്ളപ്പള്ളി അച്ഛനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് നിന്നും പിന്നെ കാനാപ്പള്ളി അച്ഛൻ എന്ന് വേണ്ട, പിന്നെ ഡിവൈൻ ധ്യാന കേന്ദ്രം, ഇവിടെ IMS, ഇവിടെ എല്ലാം പോയി എല്ലാ വൈദികരുടെയും ആശീർവാദമൊക്കെ മേടിച്ച് ആണ് ഇതിന് രൂപം കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഈ കുരിശടിയിൽ ഇങ്ങനെ ഞാൻ പള്ളി വരുമ്പോഴൊക്കെ ഈ കുരിശടിയിൽ ഇറങ്ങി വരും. ഈ കുരിശടിയിൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ സ്വന്തം ഇടവകയിലെ കുരിശടി അല്ലേ? സ്വന്തം ഇടയിൽ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ കുരിശടിയാണ് ഇത്. ഇവിടെ ഇങ്ങനെ വന്ന് പിന്നീട് പ്രാർത്ഥിച്ചിട്ട് പോകുന്ന പതിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ലക്ഷ്യമില്ല ഒരാൾ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ ചോദിച്ചെന്താണ്. അപ്പോൾ ഈ അയലത്തുള്ളവരോട് ചോദിച്ചപ്പോൾ ഇയാൾ ഒരു ആഹാരവും കഴിക്കത്തില്ല, ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പൈസയൊക്കെ കൊടുത്ത് ഇദ്ദേഹത്തെ കൊണ്ടുപോയി കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം വന്നപ്പോഴും ഇയാൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന കണ്ടു. അപ്പോൾ അത് നമുക്കൊരു ഉൾക്കാഴ്ച തരികയാണ് കർത്താവെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഈ സ്ഥാപനം തുടങ്ങണമെന്നായി. ഇയാളിനെ പിന്നെ SSMC ഫ്രാൻസിസ് സേവർ സാർ നടത്തുന്ന ആ സമിതിയിലേക്കാക്കി, SS സമിതിയിലേക്ക് ആക്കണമെന്ന് ഒരാൾ വന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മളതിന് വേണ്ടുന്ന കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് അയാളെ അവിടെ ആക്കി. അത് കഴിഞ്ഞ ഉടൻ തന്നെ നല്ല മാതിരി നമുക്ക് ശക്തി ഇങ്ങ് വന്നു. അങ്ങനെ ഈ പ്രദേശത്ത് അന്വേഷിച്ചിട്ടൊന്നും വാടക വീട് കിട്ടിയില്ല. അടുത്ത പ്രദേശത്ത് അരുനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുകയും അവിടെ നിന്ന് ഒരു വീട് വാടകയ്ക്കെടുത്ത് ഒരു പെന്തക്കോസ്തുകാർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന, ആ വീട് നമുക്ക് ഇതിനായിട്ട് ഒരുക്കി തമ്പുരാൻ തന്നു. അവിടെ തുടങ്ങി അവിടെ ഒരു 4 മാസക്കാലം അവിടെ നടത്തി. എത്ര പേരുണ്ടായിരുന്നു? അവിടെ 9ഓളം പേരുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഒരു ഓടിട്ട വീടാണ് കിട്ടിയത്. ഈ സെബാസ്റ്റ്യൻ്റെ വീടായിരുന്നു. ആ വീട്ടിൽ പിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര ചോർച്ച, കോളനിയുടെ മധ്യേക്ക് വേറെ വീട് കിട്ടാനില്ല.
അപ്പോഴത്തേക്ക് മാനസികമായ അങ്ങ് ഭയങ്കര വിഷമമായി. ഭയങ്കര വിഷമമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിക്കാത്ത വേദന. വഴി കിടന്ന ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന് തമ്പുരാനി ഇവർക്ക് ഒരു കിടപ്പാട ഒരുക്കി കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, ഇതെന്തിനാണ് എന്നെ ഇതിനൊരുക്കിയത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1-2 സഹോദരങ്ങളുടെ പറഞ്ഞു, ഇവിടെ ഒരല്പ ഭൂമി കിട്ടാനുണ്ട്. അത് ഞാൻ പറഞ്ഞു ഒരു 5 സെൻറ്റോ 10 സെൻറ്റോ മതി, ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു 10 പൈസയില്ല. അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ ഒരു 33 സെൻറ്റ് സ്ഥലം, ആ 33 സെൻറ്റ് സ്ഥലം അത് ഒരുമിച്ച് അയാൾ കൊടുക്കൂ. അങ്ങനെ ഞാൻ അയാളെ കണ്ടു, സംസാരിച്ചു കഴിഞ്ഞ് ആ ഭൂമി തരാമെന്ന് സമ്മതിച്ചു. അപ്പോൾ മൊത്തമായിട്ട് തരത്തുള്ളു. അപ്പോൾ ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ വക പൈസ ഇല്ല. അപ്പോൾ ട്രസ്റ്റിൻ്റെ വക പൈസ ലോണായിട്ട് ട്രസ്റ്റ് എടുത്തിട്ട് ഈ ഭൂമി വാങ്ങാമെന്നൊരു തീരുമാനമായി. ആ തീരുമാനത്തിൽ കൂടെ NRE ഫോറിൻ മണി കിടന്ന പൈസ എടുത്തു കൊടുത്ത് ഈ ഭൂമി വാങ്ങി. 33 സെൻറ്റ് സ്ഥലം. ഈ സ്ഥലമെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ വിലയ്ക്ക് ആ നായർ സഹോദരൻ തന്നു. ശ്രീകുമാരൻ എന്നാണ് പേര്. ഇവിടുത്തെ ഉന്നത തറവാട്ടിൽ പിറന്ന ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. പിന്നെ രവി എന്ന് പറയുന്ന ഒരാളിൻ്റെ സഹായവും നമ്മുടെ അടുത്ത അൽഫോൻസ് എന്ന് പറയുന്ന ആളിൻ്റെയും മക്കളുടെയും സഹായത്തോടു കൂടി ഈ വസ്തു നമുക്ക് വാങ്ങാൻ കഴിയും. ഇതിൻ്റെ നടത്തിപ്പിന് ആയിട്ട് വസ്തു പലരുടെ സഹകരണത്തോടെ അവരെ അങ്ങനെ ഒരു സഹകരണം ഉണ്ടായി. അങ്ങനെ അങ്ങനെ ആ പൈസ കിട്ടിയ പൈസയൊക്കെ കൊടുത്ത് ആ കെട്ടിടവും വെച്ച് പ്രാർത്ഥന ഹാളും ഉണ്ടാക്കി. പിന്നാണെങ്കിൽ നിരന്തരം ഞാൻ ഇതിൻ്റെ പിന്നിൽ ഇടപെട്ടു. ആഹാരം പാചകിക്കാൻ ആളില്ല, സ്വയം പാചകിക്കുക, വസ്ത്രം കഴുകാൻ ആളില്ല, മുറിവ് വെച്ച് കെട്ടാൻ ആളില്ല. കഷ്ടപ്പാടും ദുരിതവും എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങൾ. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവിനോട്, കർത്താവി ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത്. അങ്ങാണ് എൻ്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചത്. ഞാൻ തളർന്ന് കാലിടറി വീഴാൻ എന്നെ അനുവദിക്കരുതേ. ഞാൻ മുമ്പോട്ട് വെക്കുന്ന കാലൊരിക്കലും ഞാൻ പുറന്നോട്ടെടുക്കാൻ അനുവദിക്കരുതേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. നിരന്തരം കണ്ണുനീര് പൊഴിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലം കർത്താവ് കേൾക്കുകയും പിന്നെ ഈ സ്ഥാപനത്തെപ്പറ്റി ആരോടും പറഞ്ഞാൽ ഒന്നും ആർക്കും അറിയത്തില്ല. അല്ല തുടക്കമല്ലേ, അഭയകേന്ദ്രം എന്തോ അഭയകേന്ദ്രമാണ്. നീ ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇതെന്ത് അഭയകേന്ദ്രം തുടങ്ങാനാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇത് തട്ടിപ്പാണ് എന്നൊക്കെയാണ് നാട്ടുകാരങ്ങ് വിശേഷിപ്പിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ചെവിയിൽ കേൾക്കുക. അപ്പോഴെല്ലാം തമ്പുരാനെ എനിക്ക് ശക്തി പകർന്നു തരണമേ, ഇനി വീഴാനിടയാക്കരുതേ എന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടത്തുള്ളതൊക്കെ ആയത്. അതാണ് ഇതിൻ്റെ ഒരു പ്രാർത്ഥനയും സന്തോഷവും നിറഞ്ഞ ഈ കൂടാരം ഇന്ന് അനേകം മക്കൾക്ക് അഭയമാകുന്നു. കർത്താവിൻ്റെ സ്നേഹം ഇവർ ഇവിടെ ആവോളം നുകരുന്നു. ഞാനാണ് ജീവന്റെ അപ്പം എന്നു പറഞ്ഞ് സ്നേഹം ബലിയായി അർപ്പിച്ച യേശുനാഥൻ ഈ കൂടാരത്തിൻ്റെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്നു. അനേകം തെരുവുമക്കൾക്ക് ആശ്രയമായും ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകുവാനും ഈ കൂടാരത്തിനും ഇവിടുത്തെ ശുശ്രൂഷകൾക്കും കഴിയുന്നു. സ്ഥാപനം വളർന്നു വരുന്നതോറും പിന്നെ പോലീസുകാർ ഇങ്ങനെ ആളുകളെ കൊണ്ടുവരും, ഓട്ടോക്കാർ കൊണ്ടുവരും, സാമൂഹിക പ്രവർത്തകർ, വഴിയിൽ അലഞ്ഞു തിരിയുന്ന മനസ്സരോഗികളെ ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ വരുന്ന ആളുകളെ നമ്മൾ മുടി വെട്ടാൻ ആളില്ല, കുളിപ്പിക്കാൻ ആളില്ല, ഇതെല്ലാം നമ്മൾ തന്നെ പ്രാകൃതമായ രീതിയിൽ വളർത്തി വരുന്ന ആ മുഖം, ആ മുടി കൈ തൊടാനൊക്കത്തില്ല, വസ്ത്രത്തിൽ തൊടാനൊക്കത്തില്ല, വർഷങ്ങളായിട്ട് കുളിക്കാതിരിക്കുന്നവർ, വെള്ളം തൊട്ടിട്ടില്ല, അടുത്ത് ചെന്നാൽ വാട, പിന്നീട് വാ തുറക്കാനൊക്കത്തില്ല, അവരെയൊക്കെ എടുത്ത് നല്ലപോലെ മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് ശുശ്രൂഷിച്ച് എടുത്ത് നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് ആ ആളുകളെ കണ്ടാൽ പിന്നെ ആ ആളാന്ന് പറയത്തില്ല. അത്ര മനോഹരമാക്കി ശുശ്രൂഷ ചെയ്ത് ആർക്കെങ്കിലും വീട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവരെ നല്ല അഡ്രസ്സൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പേരെ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ അതിനെയൊക്കെ കാട്ടി ഉള്ള ഒരു വലിയ സന്തോഷമെന്ന് പറയുന്നത് നാനാജാതി മതസ്ഥരായ ധാരാളം പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഈ മരണപ്പെട്ട സകല വ്യക്തികളെയും ഈ കരങ്ങൾ കൊണ്ട്
അവരെ ശുശ്രൂഷിച്ച് അടക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെന്നും പിന്നെ സ്മരിക്കപ്പെടുന്ന. ഞാനിങ്ങോട്ട് വരുമ്പോഴേ ഇതിൻ്റെ ഇന്ന ആളുടെ സ്മരണയ്ക്കെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നല്ലോ, ഒരാളുടെ പേര് പറഞ്ഞിട്ട്. അതാരാണ്? ലിജു കെ ആറാടൻ്റെ അതാണ് മരിച്ചുപോയ മകൻ. മകൻ്റെ സ്നേഹസ്മരണാർത്ഥം ബിഷപ്പ് ജെറോ അഭയകേന്ദ്രം. പേര് ബിഷപ്പ് ജെറോ മോൻ്റെ സ്മരണാർത്ഥമാണ് തുടങ്ങിയത്. അതിന് ആ സ്മരണയ്ക്കാണ്. എൻ്റെ 4 മക്കളിൽ 2 പെൺമക്കളെ, 3ാമത്തെ മകന് ആണ് മരണപ്പെട്ടു പോയത്. അവൻ്റെ ഓർമ്മ നിലനിർത്താൻ കൂടിയാണ് ഈ സ്ഥാപനം. അവൻ എത്ര വയസ്സുള്ളപ്പോൾ മരിച്ചു? അവൻ്റെ 20ാമത്തെ വയസ്സിൽ അവൻ മരണപ്പെട്ടു. പിന്നെ 4ാമത്തെ മകന് 10ാം ക്ലാസ് പാസ്സായപ്പോൾ അയാൾ പിന്നെ ഒരാശയം തള്ളയോട് വെച്ചു. അങ്ങനെ വേണ്ടുന്ന സപ്പോർട്ടുകൾ നല്ല രീതിയിൽ അങ്ങോട്ട് കൊടുത്ത് ഇപ്പം ശാന്തനും സൗമ്യനുമായ ഒരു വൈദികൻ കൊല്ല രൂപതയിലുണ്ട്. അത് എൻ്റെ മകനായതുകൊണ്ട് പറയല്ല, വളരെ ശാന്തനാണ്, സൗമ്യനാണ്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കും. വളരെ ക്വയറ്റ് ആളാണ്. അപ്പോൾ അത് എനിക്കൊരു വലിയ സന്തോഷം. എൻ്റെ മകന് 2 മക്കളെ ഈശോയ്ക്ക് കൊടുത്തു. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിപ്പോൾ അങ്ങനെ ചെയ്യുന്നു. ഇനി ഈ ശുശ്രൂഷയിടയിലേ ചില കാര്യങ്ങൾ നമ്മൾ ഏത് ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ചില ഓർമ്മകളുണ്ട്. ചില വ്യക്തികൾ അവരെ ഒന്നെങ്കിൽ അവരോട് വന്ന് സൗഖ്യം പ്രാപിച്ച് പോയ സംഭവമാകാം, അല്ലെങ്കിൽ അവരെ കിട്ടിക്കഴിഞ്ഞ് അവരിൽ വന്ന് മാറ്റമാകാം. അങ്ങനെ എടുത്തു പറയത്തക്ക 1-2 കാര്യങ്ങൾ പറയാം. അത് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാൾ ഓച്ചിറ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ സ്വാമിമാരുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഓച്ചിറ അമ്പലത്തിൽ നിന്ന് പിന്നെ അയാൾ വീട്ടിൽ വന്ന് വീട്ടിൽ അയാൾ 16 കൊല്ലോ 18 കൊല്ലോ വെളിയിൽ ജോലി ചെയ്ത ആളാണ്. അയാൾ പിന്നെ വീട്ടിലേതോ കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞ് നിനക്ക് പോയി തൊലഞ്ഞൂടായോ, എന്തൊരു ദ്രോഹമായി ഇതെന്ന് സംസാരിച്ചപ്പോൾ അയാൾക്കിത് ഹൃദയത്തിൽ അങ്ങ് ആഘാതമായി. 2 ആമക്കളുള്ള ആളാണ്. അപ്പോൾ അയാളുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തു കൊണ്ടുവന്ന് ഓച്ചിറ അമ്പലത്തിൽ കൊണ്ടുവന്ന് പാവപ്പെട്ടവർക്കെല്ലാം വിതരണം ചെയ്തു. അപ്പോഴാ അവിടുത്തെ സ്വാമിമാർ ചോദിച്ചു, എന്താണ് നീ കാണിക്കുന്നത്, എന്താ സംഭവം എന്താണ്? പുള്ളിക്കാരൻ ഒന്നും നേരെ പറഞ്ഞില്ല, എന്നാലും അവരോട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്ഥാപനം തുടങ്ങി ഇങ്ങനെ പച്ച പിടിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഇയാൾ ആ സ്ഥാപനം അഡ്രസ്സ് കൊടുത്തിട്ട് പറഞ്ഞ് ആ സ്ഥാപനത്തിൽ ചെല്ലുക, അത് നടത്തുന്ന ആൾ നിന്ന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും ചെയ്തു വരും. അങ്ങനെ ഇയാൾ പിന്നെ നമ്മുടെ അടുത്ത് വന്നു. അങ്ങനെ ഇയാൾ ഞാൻ ഉപദേശിച്ച് നല്ല രീതിയിൽ വേണ്ടുന്ന അയാൾ ആവശ്യപ്പെടുന്നതെല്ലാം കൊടുത്ത് നല്ല ഒരാളാക്കി ആ കുടുംബജീവിതം നയിക്കാനായിട്ട് മടക്കി വിട്ട്. അതെൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സന്തോഷമാണ്. പിന്നെ ഈ കുടുംബങ്ങളുടെ രമ്യപ്പെടുത്തലും അതോടൊപ്പം തന്നെ ഇങ്ങനെയൊക്കെയുള്ള തകർന്ന മനസ്സുകളെ സഹായിക്കാൻ കുഞ്ഞുമോൻ ചേട്ടന് പ്രത്യേകമായിട്ട് കർത്താവ് ഒരു കാര്യം തന്നിട്ടുണ്ടോ അല്ലേ? അതെ, ഇപ്പം തന്നെ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഒരു പെണ്ണ് ഇവിടെ അടുത്ത് തെക്കുംപാവത്ത് ഒരു പാലത്തിൽ നിന്നിട്ട് പിന്നെ കായലിലേക്ക് ചാടാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോഴത്തന്നെ സാമൂഹ്യ പ്രവർത്തകർ കണ്ടവരെ പിടിച്ചുകൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അവരെ ക്ലാസ് കൊടുത്ത് നല്ലൊരുക്കി ആ കുഞ്ഞുങ്ങളെ 2 കുഞ്ഞുങ്ങളെ താലോലിച്ച് സ്നേഹിച്ച് എടുത്തുകൊണ്ട് നടന്ന് ഉമ്മ വെച്ച് നല്ല സന്തോഷമാക്കി അവനെ ചേർത്ത് വിട്ടു. അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുന്നു. പിന്നെ അതുപോലെ വേറെ അതിനു മുമ്പ് ഒരു കൊച്ചും തള്ളയായിട്ട് വന്നു. അതിനെ ഇങ്ങനെ കുടുംബജീവിതം നയിക്കാനായിട്ട് വിട്ടു. ഒരു വാസ്തവത്തിൽ ഒരു കൗൺസിലിങ്ങിനുള്ള നല്ല വരവുണ്ടല്ലേ? അതായത് അതെ, കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ദമ്പതികൾ വരും, അവർക്ക് എന്നാൽ കഴിയുന്ന ഉപദേശങ്ങൾ കൊടുക്കും. ഭാവി ജീവിതത്തിൽ ഉത്തമമായ ഒരു കുടുംബജീവിതം നയിക്കാനുള്ള മാതൃക ഇന്നതുപോലായിരിക്കണം. കല്യാണം കഴിച്ച ദമ്പതികൾക്ക് പരസ്പര സ്നേഹം പകർന്നു കൊടുക്കുന്നതായിട്ടും ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന വിധം, അല്ലേ ഭർത്താവ് വെളിയിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ നീ പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കണം. ആ രീതിയിൽ ക്ലാസ് കൊടുത്ത് നല്ല സെറ്റപ്പാക്കി വിടും. കൃപ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കൃപ. ഇന്ന് കേരളത്തിൽ പല കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നവരുടെയും ഒരു ബുദ്ധിമുട്ടാണ് കൂടെ ശുശ്രൂഷിക്കാനുള്ള ആൾക്കാരുടെ അഭാവം. അങ്ങനെ എന്തെങ്കിലും പ്രയാസം കുഞ്ഞാനുണ്ടോ? അതേ ഉള്ളു. അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ പ്രേക്ഷിതരെ കിട്ടാനില്ല. പിന്നെ ഇവിടെ നമ്മൾ പുറം ജോലികളെല്ലാം പിന്നെ കൂടുതലും ഇവിടുത്തെ അന്തേവാസികളൊക്കെ ഒരുക്കിയെടുത്ത് മനസ്സരോഗികളെ നമ്മൾ തയ്യാറാക്കിയെടുത്ത് അവർ വാഷിങ്ങും അതും ഇതുമൊക്കെ ചെയ്യും. ചില ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അവരെ സുഖപ്പെടുത്തിയൊക്കെ വീട്ടിൽ കൊണ്ടുവിടണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുമ്പോഴൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട് വളരെയധികം വിഷമം തോന്നുന്ന ചില അനുഭവങ്ങൾ.
അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഒരുപാടുണ്ട്. അതായത് ഊരും പേരും അറിയാൻ വയ്യാന്നും പറഞ്ഞ് പോലീസുകാർ കൊണ്ടുവരുന്ന പല കേസസും ഉണ്ട്. അപ്പോൾ ഇത് പിന്നെ അവരെ ഫോൺ നമ്പരോ ശരിയായ വിവരമോ ഇല്ലെങ്കിൽ ലൊക്കേഷൻ അറിഞ്ഞ് ഞാൻ പന്തളം ആ ഭാഗത്തെല്ലാം തിരക്കിപ്പോയിട്ടുണ്ട്. തിരക്കിപ്പോയി 2 വല്യമ്മമാർ തന്നെ പന്തളത്തുകാർ അവിടെ പോയി വീട് കണ്ടുപിടിച്ചു. വളരെ സീരിയസ് കണ്ടീഷനിലാണ്. ഇവരുടെ അനുമതി ഇല്ലെങ്കിൽ നമുക്ക് അടക്കാൻ പറ്റത്തില്ല. അടക്കി കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് ഇവർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മളെ ഡെഡ് ബോഡി മരിച്ചു കഴിഞ്ഞുള്ള കാര്യമാണ്. മരിക്കുന്നതിന് മുമ്പ് തന്നെ സീരിയസ് ആകുമ്പോഴേ പോവും. ഇങ്ങനെ കണ്ടുപിടിച്ച് അവരെ പിന്നെ വീട്ടുകാർ പറയും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പേപ്പർ കൊണ്ടുപോകും. ആ പേപ്പറിൽ എഴുതി വാങ്ങിക്കും, അവരെ കൈയെഴുത്ത് വാങ്ങിക്കും, സാക്ഷി വെക്കും, 1-2 സാക്ഷി മേടിക്കും, അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ നമ്മൾ തന്നെ അടക്കം ചെയ്യും. സുഖം പ്രാപിച്ചിട്ടുള്ള വ്യക്തികളെ കൊണ്ട് പ്രാപിച്ചിട്ടുള്ള വർക്കല സൈഡും അവിടെ ഇവിടെയൊക്കെ ഒത്തിരി പേരെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. എടുക്കാതെ വരുന്നുണ്ട് പലരെ. എടുക്കാതെ പിന്നീട് എടുക്കാതെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടൊരു വല്യമ്മ അവിടെ അനിയത്തി ഒരാൾ ഇവിടെ പുനലൂരുണ്ട്. അവരിങ്ങനെ പോകണമെന്നും പറഞ്ഞ് കടയെ ബന്ധി അനിയത്തി എന്നെ എടുക്കുമെന്ന് നിങ്ങളൊന്ന് കൊണ്ടുചെന്നാൽ മതി. അങ്ങനെ അവിടെ കൊണ്ടുചെന്നിട്ട് അവർ പിടിച്ച് വെളിയിലിറങ്ങി, കാലെ പിടിച്ച് വെളിയിലിറങ്ങി, കയറ്റിയില്ലാത്തോട്ട്. അവന് ആ വല്യമ്മയുടെ ഒരു പാർട്ടി ഇവിടെ ശാസ്താംകോട്ടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുചെന്ന് അവർക്കും വേണ്ട, അങ്ങനെ ഒരു പാർട്ടിയുണ്ട്. ആർക്കും വേണ്ടാത്തവരെ നമ്മൾ വിടത്തില്ല. ഞാൻ ഇങ്ങനെ ബോംബെയിൽ നിന്ന് ദുബായിക്ക് പോകുമ്പോഴൊരു വല്യമ്മ ഒരു പടുകളവി ഇങ്ങനെ കാതെല്ലാം ഇങ്ങനെ അറ്റ് കിടക്കുന്ന ഒരമ്മ ഇങ്ങനെ എന്തെങ്കിലും തരണേ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തരണേ, അമ്മക്ക് കുച്ച് ദേദോ ബാബ, ഫൂക്ക് ലഗ്താ ഹൈ അമ്മക്ക് കുച്ച് ദേദോ. അപ്പോൾ എൻ്റെ കയ്യിൽ 2 രൂപ ഉണ്ടായിരുന്നതാണ്. ഞാൻ ആ 2 രൂപ അന്ന് ഒരു ദിവസത്തേക്കുണ്ട്, 76-ലാണ്. ഞാനത് ആദ്യം കൊടുക്കാതെ നടന്നെങ്കിലും പിടയ്ക്കുകയായിരുന്നു. തിരിച്ചു വന്ന് ഈ 2 രൂപ എടുത്ത് അമ്മൂമ്മയുടെ കയ്യിൽ കൊടുത്തു. ഈ അമ്മൂമ്മ 2 കൈയിലും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഭഗവാൻ തുങ്കോ ഫലാ കരേഗ, ഭഗവാൻ തുങ്കോ ഫലാ കരേഗ, ഭഗവാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ദുബായി ചെന്നിറങ്ങിക്കഴിഞ്ഞ് എനിക്കത് വലിയ കൃപയായി മാറി. ഞാൻ എവിടെ ചെന്നാലും എനിക്ക് കൃപ. അപ്പോൾ ഈ കരിസ്മാറ്റിക് നവീകരണമായിട്ട് ബന്ധപ്പെട്ടും പലയിടത്തും നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, അത് അങ്ങനെയാണ്? അത് കരിസ്മാറ്റിക് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ കരിസ്മാറ്റിക്കിൻ്റെ സോണിൽ പോവും. അത് 88-ലാണ് ഞാൻ പൂർണ്ണമായി. അതിന് മുമ്പൊക്കെ പോവുക, എന്നാലും 88 മുതലാണ് ഇതിൽ സജീവമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇടക്കാലം ഇപ്പോൾ കട്ടായി, ഇപ്പോൾ ഇടയ്ക്കും മറിക്കും പോകാറുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാരെ ഇപ്പോൾ ഈ സ്ത്രീകളാകുമ്പോൾ സ്ത്രീകളെ നോക്കാൻ ഇപ്പോൾ പെങ്കൊച്ചുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ആണുങ്ങളെ നോക്കാൻ ഞങ്ങളുണ്ട്, വേറെ 3-4 പേരുണ്ട്. അത് കൂടുതൽ പുറത്തുനിന്നുള്ള ശമ്പളക്കാർ കുറവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ ഒക്കത്തില്ല. പേയ്മെൻറ്റ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഇതെല്ലാം വോളണ്ടറി ശുശ്രൂഷയാണ് കൂടുതലും. പിന്നെ നമ്മളാണ് മെയിനായിട്ട്. ഇപ്പം ചാപ്പട് വെക്കാൻ ആളില്ല, ആഹാരം പാചകിക്കാൻ ആളില്ലേ, ഞാൻ കയറി അങ്ങ് വെക്കും. തുണി കഴുകാൻ ആളില്ലേ, ഞാൻ കയറി വെക്കും. മുടി വെട്ടാൻ ആളില്ലേ, നമ്മളങ്ങ് ചെയ്യും. സകല പരിപാടിയും നമ്മൾ ചെയ്യും. തമ്പുരാനൊരു കൃപ തന്നിട്ടുണ്ട്, അങ്ങനെ ഒരു കൃപ തന്നിട്ടുണ്ട്. കർത്താവ് അത് ഭംഗിയായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലാത്ത ആരോഗ്യം അപ്പോഴും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ. എത്ര വയസ്സായി? ഇപ്പോൾ 72 വയസ്സുണ്ട്. നമ്മുടെ ഈ വ്യക്തിപരമായ ഇത്രയും ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോഴേ നല്ലൊരു പ്രാർത്ഥനാ പിൻബലവും ഒക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് കുഞ്ഞുമോൻ ചേട്ടൻ്റെ പ്രാർത്ഥനാ ശൈലി എന്ന് പറയാമോ? പ്രാർത്ഥന ഞാൻ രാവിലെ പിന്നെ 5 മണിയാകുമ്പോൾ എണീക്കുക. 5 മണിക്ക് മുമ്പ് എണീക്കും. 5 മുതൽ പ്രയർ തുടങ്ങി എല്ലാവരെയും തിരുരക്താഭിഷേകം സ്ഥാപനത്തെയും പിന്നെ എവിടെല്ലാം അനാഥാലയങ്ങളുണ്ട് ആ അനാഥാലയങ്ങളെയെല്ലാം പിന്നെ അനുഗ്രഹിക്കുവാനും അവിടെയുള്ള എല്ലാ ശുശ്രൂഷകരെയും ശക്തി പകർന്നു കൊടുക്കാനും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കുവാനും മനസ്സരോഗികളുടെ എല്ലാവർക്കും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. പിന്നെ പള്ളി വരിക, കുർബാന ഡെയിലി മാസിന് അറ്റൻഡ് ആവും. ശാരീരികമായിട്ട് 10-72 വയസ്സായിട്ടും ഇപ്പോഴും ആള് 27 വയസ്സുകാരനൊക്കെ പോലെയാണ്. പിന്നെ അത് കർത്താവിൻ്റെ കൃപയാണ്. എനിക്കത് ഇതുപോലെ ഇരിക്കുമെന്നോ ഓപ്പറേഷൻ സമയത്ത്. എന്തായിരുന്നു ഓപ്പറേഷൻ? എനിക്ക് വൻകുടലിലായിരുന്നു, ക്യാൻസറായിരുന്നു. അത് പിന്നീട് നീക്കം ചെയ്ത് ഒരു നവംബർ മാസം 6-ാം വർഷമായത്.
ഒരു നവംബറിലാണ് ഇത് കണ്ടത്. എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ആഹാരം കഴിച്ചാൽ അങ്ങ് കയറി സ്റ്റക്കാവും. സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെപ്രാളമാണ്. അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ ബെൻസിയർ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യിച്ച്. അപ്പോൾ ഡോക്ടർ പിന്നെ എൻട്രോസ്കോപ്പ് ചെക്കിങ് ചെയ്തിട്ട് പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു അടുത്ത മാസം ഡിസംബർ ക്രിസ്മസ് അല്ലേ സാറേ, അതൊന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു അന്നേരം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോ സെക്കൻഡും ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴെടുത്ത് കളഞ്ഞ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ആകട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞ് ഇപ്പോൾ ട്യൂബായിട്ടിരിക്കുന്നത്. ലേശം ചോറേ ആകം കഴിക്കുക. അതാ കണ്ടല്ലേ കരണ്ടി കൊണ്ട് കഴിച്ചു കണ്ടില്ലേ ഞാൻ ഉച്ചയ്ക്ക്. ലേശം ആഹാരം കഴിക്കാൻ പറ്റും. എന്നാലും ക്ഷീണമൊന്നുമില്ല. തമ്പുരാൻ ഇങ്ങനെ അങ്ങ് നടത്തുന്നു. 1 മണിക്കൂർ 2 മണിക്കൂറിനകം എന്തെങ്കിലും കഴിക്കണമെന്നാണ് ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ്. പക്ഷേ 4 മണിക്കൂർ എന്നാലും ഒന്നും ചെല്ലത്തില്ല. എന്നാലും തമ്പുരാൻ വീഴ്ത്തുന്നില്ല, അങ്ങ് കൊണ്ടുപോകുന്നു. ഭയങ്കര ശക്തിയാണ്. ഭയങ്കര ശക്തമായ രീതിയിൽ ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടായിരുന്നു. ഭയങ്കര ഉപദ്രവം. പക്ഷേ അവയെല്ലാം പിന്നെ എങ്ങനെ അതിജീവിച്ചെന്നു, അതിജീവിക്കാൻ എങ്ങനെ കരുത്ത് തമ്പുരാൻ തന്നൊന്നും എനിക്കറിയത്തില്ല. തീർച്ചയായിട്ടും കുഞ്ഞുമോൻ ചേട്ടനെ കണ്ടുമുട്ടാനിടയായതൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഷാലോം പ്രേക്ഷകർക്കും ഷാലോം ടിവിയോടും അങ്ങ് കാണിച്ച ഈ സഹകരണത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പിന്നിട്ട വഴികളിലെ ദൈവകരുതൽ ഓർത്തുകൊണ്ട് ഈ വ്യക്തി നമുക്ക് മുൻപിലൂടെ സഞ്ചരിക്കുന്നു. കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും കോയിവിളയിലുമെല്ലാം വലിയ സുവിശേഷ സുഗന്ധം പകർന്നുകൊണ്ട് ഇത് നിലകൊള്ളുന്നു. തളരുമ്പോൾ ഇദ്ദേഹം ആകാശത്തേക്ക് ജപമാലയുമേന്തി കരമുയർത്തുന്നു. സ്വർഗത്തിലെ നമ്മുടെ ദൈവം തൻ്റെ അനുഗ്രഹത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഇവർക്കാവശ്യമുള്ളത് പകർന്നു നൽകുന്നു. സ്നേഹത്തിൻ്റെ പുതിയ സൗരഭ്യം പകർന്നുകൊണ്ട് ഇദ്ദേഹം ഈ ജീവിതങ്ങൾക്കൊപ്പം ഇവിടെ കഴിയുന്നു. സുവിശേഷത്തിൻ്റെ ഈ പൊള്ളുന്ന വയലിൽ ആത്മാക്കളെ നേടുന്ന ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകൾക്ക് കരുത്തായി തിരുസഭയുടെ സ്നേഹത്തോടൊപ്പം ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു പിന്തിരിഞ്ഞിടാതെ യേശുവിൻ സാക്ഷിയായി നീ നീങ്ങണം. ശിഷ്യനായ യേശു വിളിക്കുന്നു, സാക്ഷിയായി നിന്നെ വിളിക്കുന്നു. കലപ്പയിൽ കൈവച്ചു